നമസ്കാരം. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കുറച്ച് പണം വെറുതെ കിടക്കുന്നുണ്ടോ? നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ പണം നിങ്ങൾക്കായി പണിയെടുക്കുന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അതിനൊരു വഴിയുണ്ട്. അതാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത്, ലിക്വിഡ് ഫണ്ടുകളെക്കുറിച്ച്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കുള്ള പണം, അതായത് നമ്മുടെയൊക്കെ എമർജൻസി ഫണ്ട്, എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മിക്കവാറും അതൊരു സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലായിരിക്കും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു മികച്ച അവസരം നഷ്ടപ്പെടുന്നുണ്ടാകാം. ശരിക്കും, ഇതാണ് നമ്മളെല്ലാവരും നേരിടുന്നൊരു പ്രശ്നം. സേവിങ്സ് അക്കൗണ്ടിൽ പണം വെച്ചാൽ നല്ല സുരക്ഷിതമാണ്, എപ്പോ വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം. പക്ഷെ കിട്ടുന്ന പലിശയോ വളരെ തുച്ഛം. ഇനി നേരെ മാർക്കറ്റിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിക്ഷേപിച്ചാലോ? ചിലപ്പോൾ നല്ല ലാഭം കിട്ടിയേക്കാം, പക്ഷേ അത്ര തന്നെ നഷ്ടസാധ്യതയുമുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: നമുക്ക് സുരക്ഷയും വേണം, എന്നാൽ വെറുതെ ഇരുന്ന് പണത്തിന്റെ മൂല്യം കുറയാനും പാടില്ല. ഇതിന് രണ്ടിനുമിടയിൽ ഒരു നല്ല ഓപ്ഷനുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അവിടെയാണ് ലിക്വിഡ് ഫണ്ടുകൾ ഒരു ഹീറോയെ പോലെ വരുന്നത്. സുരക്ഷയും തരക്കേടില്ലാത്ത വരുമാനവും ഒരുമിപ്പിക്കുന്ന ഒരു അടിപൊളി പരിഹാരം. എന്താണ് ഈ ലിക്വിഡ് ഫണ്ടുകളെന്ന് നമുക്ക് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, ലിക്വിഡ് ഫണ്ടുകൾ ഒരു തരം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടാണ്. ഇതിന് പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത്. 1. നിങ്ങളുടെ പണത്തിന് പരമാവധി സുരക്ഷ നൽകുക. 2. നിങ്ങൾക്കാവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ പണം പിൻവലിക്കാൻ സൗകര്യമൊരുക്കുക. 3. ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ മെച്ചപ്പെട്ട വരുമാനം നൽകുക. ഇതിനെക്കുറിച്ച് ചിന്തിക്കാനൊരു എളുപ്പവഴിയുണ്ട്. ഇങ്ങനെയൊന്ന് ആലോചിച്ചു നോക്കിയേ. നമുക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോകാൻ ഒരു ലക്ഷറി സ്പോർട്സ് കാറിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് വേണ്ടത് വിശ്വസിച്ചോടിക്കാവുന്ന, എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ടാവുന്ന ഒരു നല്ല കാറാണ്. ലിക്വിഡ് ഫണ്ടുകൾ അതുപോലെയാണ്. നിങ്ങളുടെ കുറഞ്ഞ കാലത്തേക്കുള്ള പണത്തിന് ഏറ്റവും വിശ്വസ്തനായ ഒരു കൂട്ടാളി. അപ്പോ ഈ ഫണ്ടുകൾ നമ്മുടെ പണം എവിടെയാണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്? പ്രധാനമായും 91 ദിവസത്തിൽ താഴെ മാത്രം കാലാവധിയുള്ള ഇടങ്ങളിലാണ്. അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ, ട്രഷറി ബില്ലുകൾ, പിന്നെ വളരെ ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗുള്ള കമ്പനികളുടെ കമേഴ്ഷ്യൽ പേപ്പറുകൾ, അങ്ങനെ വളരെ സുരക്ഷിതമായ ഇടങ്ങളിൽ. വളരെ കുറഞ്ഞ സമയത്തേക്കാണ് നിക്ഷേപം എന്നതുകൊണ്ട് തന്നെ ഇതിലെ റിസ്ക്കും വളരെ കുറവാണ്. ഇനി നമുക്ക് ലിക്വിഡ് ഫണ്ടുകളുടെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്ന് നോക്കാം. അതാണ് ആവശ്യമുള്ളപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ പണം നമ്മുടെ കയ്യിലെത്തുമെന്നുള്ളത്. ഇതിനെയാണ് ഇൻസ്റ്റാ റിഡംഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ATM പോലെ തന്നെ. നിങ്ങൾക്ക് എപ്പോ പണം ആവശ്യമായി വന്നാലും, അത് പാതിരാത്രി ആണെങ്കിൽ പോലും, നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് ഒരു ഭാഗം ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും. എന്നാൽ ഇതിനൊരു ചെറിയ പരിധിയുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് 50,000 രൂപ വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ 90%, ഇതിൽ ഏതാണോ കുറവ് അത്രയും തുക തൽക്ഷണം പിൻവലിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പെട്ടെന്നുള്ള ആശുപത്രി കേസിനോ മറ്റോ ഈ സൗകര്യം എത്രത്തോളം ഉപകാരപ്പെടുമെന്ന്. ഈ പ്രോസസ് വളരെ സിമ്പിളാണ്. ഫണ്ടിന്റെ ആപ്പിൽ ലോഗിൻ ചെയ്യുക, പിൻവലിക്കേണ്ട തുക എൻറ്റർ ചെയ്യുക, ഒന്ന് കൺഫേം ചെയ്യുക. അത്രയുള്ളൂ. മിനിറ്റുകൾക്കുള്ളിൽ IMPS വഴി പണം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിരിക്കും. ഇനി ഒരു ചെറിയ കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ലിക്വിഡ് ഫണ്ടുകൾക്ക് ഒരു ചെറിയ അനിയനെ പോലെ ഓവർനൈറ്റ് ഫണ്ടുകൾ എന്നൊരു വിഭാഗം കൂടിയുണ്ട്. വ്യത്യാസം ഇതാണ്: 7 ദിവസത്തിനുള്ളിൽ പണം പിൻവലിച്ചാൽ ചില ലിക്വിഡ് ഫണ്ടുകൾ ഒരു ചെറിയ എക്സിറ്റ് ലോഡ് ഈടാക്കിയേക്കാം. എന്നാൽ ഓവർനൈറ്റ് ഫണ്ടുകൾക്ക് അങ്ങനൊരു പ്രശ്നമേയില്ല. അതുകൊണ്ട് 1-2 ദിവസത്തേക്കാണ് നിങ്ങൾ പണം വെക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് ഫണ്ടുകളാണ് കുറച്ചുകൂടി നല്ലത്. ശരി, ഇതെല്ലാം കേൾക്കാൻ കൊള്ളാം. പക്ഷെ ഇതിലെ റിസ്ക് എത്രത്തോളമുണ്ട്? എത്ര വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം? വല്ല ഒളിഞ്ഞിരിക്കുന്ന ചാർജുകളുമുണ്ടോ? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. നിക്ഷേപങ്ങളിലെ റിസ്ക് അളക്കാൻ സെബി ഒരു റിസ്കോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഈ മീറ്റർ പ്രകാരം ലിക്വിഡ് ഫണ്ടുകൾ ലോ അല്ലെങ്കിൽ ലോ ടു മോഡറേറ്റ് റിസ്ക് വിഭാഗത്തിലാണ് വരുന്നത്. അതായത് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ആശങ്ക വേണ്ട എന്നൊരു ഉറപ്പ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നു. ഇനി വരുമാനത്തിന്റെ കാര്യം. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഉറപ്പായ ഒരു തുകയൊന്നും ലിക്വിഡ് ഫണ്ടുകൾ തരില്ല. പക്ഷെ ചരിത്രം നോക്കിയാൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തരുന്ന 3-4% പലിശയേക്കാൾ എപ്പോഴും മെച്ചപ്പെട്ട ഒരു വരുമാനം ഇവ നൽകാറുണ്ട്. അതായത് നിങ്ങളുടെ പണം വെറുതെ ഇരുന്ന് അതിന്റെ മൂല്യം കുറയുന്നത് ഒരു പരിധിവരെ തടയാൻ ഇത് സഹായിക്കും. ഇനി ഇതിന്റെ ചിലവുകൾ നോക്കാം. എക്സ്പെൻസ് റേഷ്യോ, അതായത് ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ഫീസ് വളരെ കുറവാണ്. സാധാരണയായി 0.1% മുതൽ 0.3% വരെ മാത്രം. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ചിലവായി പോകില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ഫണ്ടുകൾക്കു മാത്രം
ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ പണം പിൻവലിച്ചാൽ ഒരു ചെറിയ എക്സിറ്റ് ലോഡ് ഉണ്ടാവാം. അടുത്തത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ടാക്സ്. ഇത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഈ അടുത്തായി നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പേടിക്കേണ്ട, ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ തീയതി വളരെ പ്രധാനമാണ്. ഏപ്രിൽ 1, 2023. ഈ തീയതിക്ക് ശേഷമുള്ള എല്ലാ പുതിയ ഡെറ്റ് ഫണ്ട് നിക്ഷേപങ്ങൾക്കും ലിക്വിഡ് ഫണ്ടുകൾ ഉൾപ്പെടെ നികുതി നിയമങ്ങളിൽ വലിയൊരു മാറ്റം വന്നു. പഴയ ഇൻഡെക്സേഷൻ പോലുള്ള ചില ആനുകൂല്യങ്ങൾ ഇല്ലാതായി. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപിച്ചാൽ നിയമം വളരെ ലളിതമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം നിങ്ങളുടെ വരുമാനമായി കണക്കാക്കും. നിങ്ങൾ ഏത് ഇൻകം ടാക്സ് സ്ലാബിലാണോ വരുന്നത്, ആ നിരക്കിൽ നികുതി കൊടുക്കണം. അത്രയുള്ളൂ കാര്യം. അപ്പോ ഇതാണ് പുതിയ നിയമം. ലിക്വിഡ് ഫണ്ടിൽ നിന്നുള്ള ലാഭം നിങ്ങളുടെ സാധാരണ വരുമാനം പോലെ കണക്കാക്കും. എന്നിട്ട് അതനുസരിച്ച് നികുതി നൽകണം. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഇതെനിക്ക് പറ്റിയതാണോ എന്ന്. ശരിയാണ്. ആർക്കാണ് ലിക്വിഡ് ഫണ്ടുകൾ ഏറ്റവും അനുയോജ്യമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ ഒരു ബോണസ് എവിടെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കുന്നതുവരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഒരിടം വേണമെങ്കിൽ, അതുമല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരാനിരിക്കുന്ന ഒരു യാത്രയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി പണം മാറ്റിവെക്കണമെങ്കിൽ ലിക്വിഡ് ഫണ്ടുകൾ ഒരു മികച്ച ഓപ്ഷനാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സേവിങ്സ് അക്കൗണ്ടിൽ പണം വെറുതെ ഇടുന്നതിനു പകരം ഒരു മികച്ച മാർഗം. അപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായില്ലേ? ഇനി തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വെറുതെയിരിക്കുന്ന പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ സമയമായോ? ഈ വിവരണം കേട്ടതിനു ശേഷം നിങ്ങളുടെ അടുത്ത സാമ്പത്തിക തീരുമാനം എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ.